അവരുടെ കൂട്ടത്തിൽ ഒരു റാറ്റുണ്ട്. റാറ്റോ? അതെ, എലി. നിങ്ങൾക്ക് ഭ്രാന്താ, കിടന്നുറങ്ങാൻ നോക്ക്. എടി, റാറ്റ് എന്ന് പറഞ്ഞാൽ ചാരൻ, പോലീസിന് ഇൻഫർമേഷൻ തരുന്ന ആൾ. സാറിനെ വിളിച്ച് ഇൻഫർമേഷൻ നൽകുന്നത് അങ്ങനെ ഒരാളാണ്. അതാരായിരിക്കും? അത് കണ്ടുപിടിച്ചിട്ട് ഗുണമുണ്ടോ? ഈസ സാറിന്റെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനെ ഇപ്പം നടക്കുന്നുള്ളൂ. സാറാണെങ്കിൽ ഒന്നും വിട്ട് പറയുന്നുമില്ല. അതായത് നേതാവിനേക്കാളും വലിയ അണിയാവണം അല്ലേ? നിന്റെ നാക്കൊരു ദുരന്ത. അല്ലെങ്കിൽ പിന്നെ അങ്ങേര് പറയണത് പോലെ കേട്ട് അങ്ങേരോടൊപ്പം നിന്നാ പോരെ. പിന്നെ നിങ്ങൾക്ക് എലിയെ പിടിക്കണമെങ്കിൽ നിങ്ങളൊരു പൂച്ചയാവണം. അതായത് പുലിയാണെന്നുള്ള വിചാരം കളയണം. നീ ഉറങ്ങ. ഗുഡ് നൈറ്റ്. ഇൻഫർമേഷൻ നൽകുന്ന ആളെ പിടികിട്ടണമെങ്കിൽ നിങ്ങളുടെ സാറിന്റെ കോൾ ഡീറ്റെയിൽസ് നിർത്തി നോക്കിയാൽ പോരെ. അത് ശരിയാ. ബെസ്റ്റ്. അപ്പം നിങ്ങൾക്കിതൊന്നും അറിയത്തില്ലല്ലേ? ഞാൻ ഇത്ര സിമ്പിളായി ചിന്തിക്കാറില്ല. ചെയ്യുന്നതിന്റെ സീരിയസ്നെസ് സാറിന് ബോധ്യമുണ്ടല്ലോ. ആൻഡ് ഐ ഫീൽ സംതിങ് ഫിഷി. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. നമ്മുടെ കില്ലറെ ഞാൻ കണ്ടെത്തി. റാറ്റിനെ അന്വേഷിച്ചിറങ്ങിയതാണ്. സത്യത്തിൽ അങ്ങനെ ഒരാളില്ല. ചെയ്തത് സാറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ തെണ്ടിത്തരമായിരിക്കും. സാറിനെ വിളിച്ച് ഇൻഫർമേഷൻ നൽകുന്നത് ഒരു ഡോക്ടറാണ്, ഡോക്ടർ മൈക്കിൾ. സ്റ്റാർ ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി ഹാൻഡിൽ ചെയ്യുന്ന ചെറുപ്പക്കാരനായ ഡോക്ടർ. അയാൾ സാറിനെ വിളിച്ചത് പാട്രിക്കിന് വെടിയേറ്റ ലൊക്കേഷനിൽ നിന്നാണ്. എന്റെ അനുമാനത്തിൽ കില്ലർ ആ ഡോക്ടറാണ്. പാട്രിക്കിനെ ഷൂട്ട് ചെയ്ത ഡോക്ടർ ഹോസ്പിറ്റലിലെത്തി. പാട്രിക്കിനെ പാതി ജീവനോടെ സാർ അവന്റെ മുന്നിലെത്തിച്ചു. അവൻ എളുപ്പത്തിൽ പാട്രിക്കിനെ ഇല്ലാതാക്കി. മൊബൈൽ സിഗ്നൽസിൽ അവന്റെ മൂവ്മെന്റ് കൃത്യമായി കാണിക്കുന്നുണ്ട്. മൈക്കിൾ സാറിനെയും സാറ് മൈക്കിളിനെയും ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇനി പറയേ, സാറിന് എന്താ ഇതിനകത്ത് റോള്? എന്നെ എന്തിനാ ഈ നാടകത്തിൽ സാക്ഷിയാക്കിയത്? ഞാൻ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. തനിക്ക് സ്ത്രീ സഹജമായൊരു അന്വേഷണ ത്വരയുണ്ട്. അല്ലെങ്കിൽ കില്ലറെ അന്വേഷിക്കാൻ നോക്കാതെ ഇൻഫോമറെ അന്വേഷിക്കില്ലല്ലോ അല്ലേ? കൂടെ നടക്കുന്ന നിഴലിനെ പോലും വിശ്വസിക്കരുത്, അത് വെട്ടം വീണാൽ മാഞ്ഞു പോകുമെന്നും പറഞ്ഞത് സാറല്ലേ? Are you challenging me? No sir, I just want to know the truth. പട്ടി കാല് പൊക്കിമുള്ളൂ, എന്നിട്ട് വഴി മറക്കാതിരിക്കാൻ തിരികെ വന്ന് മണപ്പിക്കും. താൻ ഇപ്പൊ ചെയ്യുന്നതും അതാ. ഡോക്ടർ മൈക്കിളിനെ കസ്റ്റഡിയിലെടുക്കാൻ പോവുകയാണ്. സാറും കൂടെ ഇൻവോൾവ് ആണെന്ന് തോന്നിയതുകൊണ്ട് മുകളിൽ നിന്ന് ഞാൻ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ സംശയങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകിയാൽ എനിക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റും. തൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ഞാൻ തന്നെ പഠിപ്പിക്കുന്ന വാദ്യാരല്ല. സർക്കാർ ഓഫീസിൽ പുക വലിച്ച് തവണ പെറ്റിയടിച്ചു. അതേപ്പോ നടക്കും. ഒരു നിമിഷം സാർ. പട്ടി കൈരണ്ടും പൊക്കി കാലിൽ നിൽക്കും. അതെന്തിനാന്ന് ഞാൻ പറയണ്ടല്ലോ. സോറി സാർ. സാർ ഇപ്പൊ പോലീസ് കസ്റ്റഡി. ഐസക്, you have your own limitations. സാർ ഇപ്പോഴും നിന്നെടുത്ത് തന്നെ നിൽക്കുക. ഡോക്ടർ കസ്റ്റഡിയിലായ കാര്യങ്ങൾ കൈവിട്ടു.
എല്ലാ ആക്ഷനും ഫ്രീസ് ചെയ്യണം. മൈക്കിളിനെ കസ്റ്റഡിയിൽ എടുക്കരുത്. ഐ ടെൽ യു ദ ഹോൾ സ്റ്റോറി. History of Megha. സർ. അശോക്, എല്ലാം തൽക്കാലം സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ സർ. നീ കംപ്ലൈന്റ് ചെയ്ത മാസ്റ്ററിനെ ഇല്ലാതാക്കും വിചാരിച്ച നീ വലിയ ചാമ്പ്യൻ അല്ലേ? നീ എന്നെ തോപ്പിക്കും, എന്നിട്ട് ചാമ്പ്യനാവും. വാ. ജെറാഡ്, വേണ്ട. ഊരിച്ചു വരുന്നത്. നിന്നെ കണ്ട കഞ്ഞി വെക്കുന്ന കുടുംബത്തിലാന്ന് പറയുമോ? കഴിക്കട അങ്ങോട്ട്. ഈ മുട്ടയും കൂടെ അങ്ങോട്ട് കഴിച്ചേ. ഇവിടെ കഴിക്കാൻ. നിനക്കിത് എന്നെ പറ്റി? With energy consumption being the buzzword in developing economies around the world, fears of an energy crisis looming ahead are not totally unfounded. Gerard?